യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും വിധാ, പ്രാർത്ഥിക്കും വിധാ. ഉൾക്കിരീടം ചാർത്തിയ ജീവദായക, ഉൾത്തടത്തിൻ്റെ നീ കേട്ടിടില്ലയോ? ഇടറി വീഴുവാൻ ഇടത്തരല്ലേ നീ യേശുനായക, യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും വിധാ, പ്രാർത്ഥിക്കും വിധാ. എൻ്റെ പേര് സിസ്റ്റർ ജിജി ഫ്രാൻസിസ്. എൻ്റെ സഭയുടെ പേര് ലിറ്റിൽ മിഷണറീസ് ഓഫ് ദ സീക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ്, ഈശോയുടെ തിരുഹൃദയത്തിലെ കുഞ്ഞു മിഷണറിമാർ. ഇതൊരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷനാണ്. 1922 അന്തിഞ്ഞാനോ ലിവോർണോയിൽ മാദ്രെ ക്ലോത്തീൽഡെ ജിലി ആണ് ഈ സഭയ്ക്ക് രൂപം കൊടുക്കുന്നത്. കോട്ടപ്പുറം രൂപതയിൽ ചാത്തനാട് സെയിൻറ്റ് ജോസഫ് കോൺവെൻറ്റ് എന്ന നാമധേയത്തിൽ ഒരു ഹൗസും, നെയ്യാറ്റിങ്കര രൂപതയിൽ മദർ ക്ലോത്തീൽഡെ ജില്ലി എന്ന നാമധേയത്തിൽ ഒരു ഹൗസും ആണ് കേരളത്തിൽ ഞങ്ങൾക്കുള്ളത്. 1995 ജൂൺ 19 ഞാൻ ഈ കോൺവെൻറ്റിൽ എൻട്രി ചെയ്യുന്നത്. എൻ്റെ വൊക്കേഷനുമായി പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയാണ് എനിക്ക് ഒരു ഇൻസ്പിരേഷൻ. എൻ്റെ അമ്മ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധരുടെ കഥകളും പ്രാർത്ഥനയുടെ കാര്യങ്ങളും മാതാവിൻ്റെ കുറിച്ചും ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ കഥാരൂപേണ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു സഹനത്തിൻ്റെ അമ്മയായിരുന്നു എൻ്റെ അമ്മച്ചി. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പപ്പ മസ്കറ്റിലേക്ക് ജോലി തേടി പോകുന്നത്. പപ്പയുടെ മറ്റ് 3 സഹോദരങ്ങളും അവിടെ തന്നെയാണ് ജോലിക്ക് പോയിരുന്നത്. ആയതിനാൽ ഞങ്ങൾ 4 പേരടങ്ങുന്ന കുടുംബം, എൻ്റെ ചേച്ചി, ചേട്ടൻ, ഞാൻ, അനിയൻ. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പപ്പയെ കാണുന്നത് ഒരു ഡെഡ് ബോഡി ആയിട്ടാണ്. അവിടെ വെച്ച് ഡിസംബർ മാസം ഞങ്ങളെ കാണാനുള്ള കൊതിയോടെ പപ്പ നാട്ടിലേക്ക് വരുവാൻ റെഡിയായിട്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. 16 ദിവസം വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞു. ശേഷം പപ്പ മരിച്ചു. പപ്പയുടെ സഹോദരനാണ് പപ്പയുടെ ഡെഡ് ബോഡി 7-ാം ദിവസം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു ചിത്രം എനിക്കൊരിക്കലും മനസ്സിൽ നിന്ന് പോകുന്നില്ല. വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ പപ്പയുടെ വരവിനെ കാത്തിരുന്നിട്ട് ഞങ്ങളെല്ലാവരും കാണുന്നത് ഈ ഡെഡ് ബോഡിയാണ്. ശേഷം 7-ാം ചരമദിനത്തിന് എൻ്റെ അങ്കിളും പപ്പയുടെ ഫസ്റ്റ് കസിനുമായ ഫാദർ സെബാസ്റ്റ്യൻ ജേക്കോബി അച്ഛൻ ഒബ്ലേറ്റ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് സഭാംഗമാണ്. സഭയുടെ പ്രൊവിൻഷ്യാളുമായിരുന്നു. അച്ഛൻ അന്ന് കുർബാനയ്ക്ക് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നെ കൈ കാട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ജിജി മോളെ, നിനക്ക് സിസ്റ്റർ ആവാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ഒരു കൊട്ടുകൊട്ടിയ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇതിനു മുൻപും എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അന്നാണ് എൻ്റെ ഈ ആഗ്രഹത്തിന് ഒരു കൂടുതൽ ആക്കം വന്നത്, അല്ലെങ്കിൽ സ്ട്രോങ് ആയൊരു തീരുമാനം എടുക്കാൻ എനിക്ക് സാധിച്ചത്. അങ്ങനെ 10th എൻ്റെ എക്സാം റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ചാത്തനാടുള്ള ഈ സെയിൻറ്റ് ജോസഫ് കോൺവെൻറ്റിൽ ക്യാമ്പിന് ഞാൻ വന്നുകൂടി. അപ്പോൾ ക്യാമ്പിൽ പങ്കുകൊള്ളാനായിട്ട് ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അതോടൊപ്പം ഫാദർ സെബാസ്റ്റ്യൻ ജേക്കോബി അച്ഛൻ ഇവിടുത്തെ ആധ്യാത്മിക ഗുരുവായിരുന്നു. അപ്പോൾ അച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ജിജി നീ 15 വയസ്സല്ലേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടി പക്വതയൊക്കെ വേണ്ടേ, +2 കഴിഞ്ഞിട്ട് കോൺവെൻറ്റിൽ കയറിയാൽ മതി. അങ്ങനെ അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിൽ എൻ്റെ മനസ്സത് അനുവദിച്ചില്ല. എൻ്റെ ആഗ്രഹം ഇപ്പോൾ തന്നെ കോൺവെൻറ്റിൽ കയറണം എന്നായിരുന്നു. ഫാമിലിയും അതുപോലെ തന്നെ. എൻ്റെ ആൻറ്റിമാരും അങ്കിളുമാരൊക്കെ പറഞ്ഞു, ഇപ്പം മമ്മിയും അനിയനും ഒറ്റയ്ക്കല്ലേ വീട്ടിൽ, ചേച്ചിയെ 18 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു, ചേട്ടൻ മറ്റു സ്ഥലത്ത് ജോലിക്ക് പോയി, ഇപ്പോൾ
ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് കുട്ടി പോയാൽ മതി, അപ്പോഴേക്കും അത്യാവശ്യം പക്വതയുണ്ടാവും. പക്ഷേ എൻ്റെ ആഗ്രഹം വളരെ തീക്ഷ്ണമായിരുന്നു. ആ വർഷം തന്നെ SSLC റിസൾട്ട് വന്നു. ഞാൻ 1995 ജൂൺ 19 കോൺവെൻറ്റിൽ പ്രവേശിച്ചു. 5 വർഷത്തെ രൂപീകരണ കാലഘട്ടത്തിന് ശേഷം 2000 സെയിൻറ്റ് വിൻസെൻ്റ് ഫെറർ ചർച്ചിൽ വെച്ച് ആദ്യ വ്രതവാഗ്ദാനം ഞാൻ സ്വീകരിച്ചു. അഞ്ച് വർഷത്തെ ഫോർമേഷന് ശേഷം 2000 മെയ് 12 ഇടവക പള്ളിയിൽ ആദ്യ വ്രതവാഗ്ദാനം സ്വീകരിച്ചു. ശേഷം 10 ദിവസങ്ങൾക്ക് ശേഷം എന്നെ ഫിലിപ്പീൻസിലുള്ള ഈലോയിലുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനും പഠനത്തിനുമായി പറഞ്ഞയച്ചു. അവിടെ 2006 നവംബർ 9 വരെ പഠനവും മറ്റ് സോഷ്യൽ പ്രവർത്തനങ്ങളും മിഷൻ പ്രവർത്തനങ്ങളുമായി ഞാൻ ജീവിച്ചു. അവിടെ അഗസ്റ്റീനിയൻ യൂണിവേഴ്സിറ്റിയിൽ BEd പഠനവും ഈലോ മനിലയിലുള്ള തന്തൻസോറ എന്ന സ്ഥലത്ത് ക്ലാരറ്റ് സാന്ത തോമസ് യൂണിവേഴ്സിറ്റിയിൽ MA പഠനവും പൂർത്തീകരിച്ചതിന് ശേഷം 2006 9 ചാത്തനാടുള്ള ഈ ഹൗസിലേക്ക് ഞാൻ തിരിച്ചു വരികയും ശേഷം നമ്മുടെ എൽഡാ സിപ്പിയാച്ചി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സായി 2 വർഷക്കാലം ഞാൻ സേവനം ചെയ്തു. അങ്ങനെ 2009 മുതൽ 2014 വരെ അർത്ഥിനികളുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് എന്നെ ഫോർമേഷൻ മിസ്ട്രസ്സായി അവരോധിക്കുകയും ചെയ്തു. പോസ്റ്റലൻസി നോവിഷ്യറ്റ് കാലഘട്ടങ്ങളിലുള്ള കുട്ടികൾക്ക് ഫോർമേഷൻ നൽകുകയും ശേഷം 2014 സഭയുടെ ഡെലഗേറ്റ് സുപ്പീരിയറായി അപ്പോയിൻമെൻറ്റ് തരികയും കൂടാതെ ഹൗസിലെ സുപ്പീരിയറായും ഞാൻ സേവനം ചെയ്തു പോരുന്നു. ഈ 10 വർഷക്കാലം സഭയുടെ ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിയമത്തിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായി. ഓരോ സന്യാസ സഭയിലും ഒരു സിസ്റ്റർ എങ്കിലും നിയമം പഠിക്കുന്നതിൽ ഞാൻ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇന്ന് ഈ ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നിയമത്തിൻ്റെ ബേസ് ഉള്ളത് എപ്പോഴും വളരെ നല്ലതാണ്. ആയതിനാൽ ഞാൻ ഇക്കാര്യം മദർ ജനറലിനുമായി സംസാരിക്കുകയും മദർ നിയമം പഠിക്കാനുള്ള അനുവാദം എനിക്ക് തരികയും ചെയ്തു. അങ്ങനെ 2022 KSLU ബാംഗ്ലൂരിൽ ഹൂബ്ലി യൂണിവേഴ്സിറ്റിയിൽ അഞ്ജനി ലോ കോളേജിൽ ഞാൻ LLB ബിരുദത്തിനായി ചേരുകയും 2025 ഓഗസ്റ്റ് മാസം പൂർത്തീകരിച്ച് ഒക്ടോബർ 12 കേരള ഹൈക്കോടതിയിൽ വക്കീലായി എൻറോൾ ചെയ്യുകയും ചെയ്തു. റിസൾട്ട് അറിഞ്ഞതിന് ശേഷം പറവൂരുള്ള പ്രോംകോ ലീഗൽ കൺസൾട്ടൻസി ഓഫീസിലാണ് ഞാൻ 3 മാസക്കാലം ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്നത്. ഒക്ടോബർ 12 എൻറോൾ ചെയ്തതിന് ശേഷവും ആ ഓഫീസിൽ തന്നെയാണ് പറവൂർ ഞാൻ പ്രാക്ടീസ് നടത്തുന്നത്. ഇപ്പോൾ നവംബർ 30 നടക്കുവാനിരിക്കുന്ന ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ എക്സാമിനോടനുബന്ധിച്ച് ഉള്ള പ്രിപ്പറേഷൻ കൂടിയാണ്. നിയമം നമുക്കെന്നും ഒരു സഹായിയാണ്. നമ്മൾ റിലീജിയസും ഫാദേഴ്സും ഒക്കെ വിചാരിക്കും നിയമം പഠിക്കുന്നത് എന്തിനാണ്, കേസും കോടതിയൊക്കെ ആയിട്ട് സിസ്റ്റേഴ്സിന് പോകാമോ? അത് തികച്ചും തെറ്റായൊരു ധാരണയാണ്. നിയമത്തിൻ്റെ വശത്ത് നീതിയും ന്യായവും ഉള്ളിടത്ത് നമ്മുടെ റൈറ്റ് നമ്മൾ നേടിയെടുക്കണ്ടേ? എത്രയോ ജനങ്ങളാണ് നിയമം അറിയാതെ, അവർക്ക് വേണ്ടി സംസാരിക്കാനില്ലാതെ, അവരുടെ സ്വരം കേൾക്കാനില്ലാതെ ജീവിക്കുന്നവർ. അവർക്കെല്ലാവർക്കും ഒരു സ്വരമായി, ഒരു താങ്ങായി, തണലായി, ഈശോയുടെ തിരുഹൃദയത്തിലെ കുഞ്ഞു മിഷണറിയായി എനിക്ക് ജീവിക്കാനാണ് ആഗ്രഹം.
ഈശോയുടെ തിരുഹൃദയത്തിലെ കുഞ്ഞു മിഷണറിമാർ വഴിയൊരികിൽ ഒരു തണലെന്ന പോലെയാണ്. ഈ ഇടവകയിൽ പ്രധാനമായും 3 മിനിസ്ട്രികളിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്: ടീച്ചിങ് മിനിസ്ട്രി, ഹീലിംഗ് മിനിസ്ട്രി ആൻഡ് പാരിഷ് മിനിസ്ട്രി. ടീച്ചിങ് മിനിസ്ട്രിയുടെ ഭാഗമായി ഞങ്ങളുടെ എൽഡ സിപിയാച്ചി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സിസ്റ്റേഴ്സ് അധ്യാപകരായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം 3 സിസ്റ്റേഴ്സ് പെരുമ്പള്ളിയിലുള്ള മറ്റൊരു ഫാദേഴ്സിൻ്റെ സ്ഥാപനത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ സിസ്റ്റേഴ്സ് കുറച്ച് പേർ അയോവയിൽ നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് അവിടെ നഴ്സസായി വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം ഇടവകയിൽ ലിറ്റർജി ആനിമേറ്റേഴ്സായും കുടുംബ യൂണിറ്റ് ആനിമേറ്റേഴ്സായും ഫാമിലി സന്ദർശിച്ച് കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഫോർമേഷൻ ഫോർ ദ യൂത്ത് മിനിസ്ട്രിയിലും സിസ്റ്റേഴ്സ് സജീവമായിട്ട് പങ്കുവയ്ക്കുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നിൻ്റെ ലോകത്തിൽ സന്യാസം ഒരു വെല്ലുവിളിയാണ്. എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഈശോ നിങ്ങളെ വിളിക്കുമ്പോൾ ഒട്ടും ഭീരുക്കളാകാതെ ഏറ്റവും സ്നേഹത്തോടെ ആ വിളിയെ നമുക്ക് പിന്തുടരാം. ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുക, തന്നോടുകൂടെ ആയിരിക്കുക, പിശാചുകളെ ബഹിഷ്കരിക്കുക, രോഗികളെ സൗഖ്യമാക്കുക. ഈ ആഹ്വാനമായി നമ്മെ വിളിക്കുമ്പോൾ ആ വിളിയെ നമ്മൾ തട്ടിത്തെറിപ്പിക്കരുത്. ഈശോ നമ്മിൽ ജനിപ്പിക്കുന്ന ഒരാഗ്രഹമാണ് ദൈവവിളിയുടെ ഏറ്റവും വലിയ ഒരടയാളമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അതേ കൂട്ടുകാരെ, നമുക്ക് ഈശോയിൽ വിശ്വാസമർപ്പിക്കാം. നമ്മെ താങ്ങുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന ആ നല്ല തമ്പുരാൻ നമ്മോടൊപ്പമുണ്ട്. ഈശോയുടെ കണ്ണുകളും ഈശോയുടെ പാദങ്ങളും ഈശോയുടെ സ്വരവുമായി നമുക്ക് മാറാം. നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഈശോയുടെ സ്നേഹമായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി തമ്പുരാൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. Our Father in heaven, holy be your name. Your kingdom come, your will be done. Your will be done on earth as in heaven. Give us this day our daily bread, and forgive us our sins, as we forgive those who sin against us. Do not bring us to the test, do not bring us to the test, but deliver us from evil.